എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് പഴംതുണിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാത്തിനാന്നോ, കുറേ പഴയ ചുരിദാറും അതിൻ്റെ പാൻറ്റും ഒക്കെ ഇരിപ്പുണ്ട്. ഇത് ജാമ്പവാൻ്റെ കാലത്തൊക്കെയാണ്, ഞാൻ തന്നെ തയ്ച്ചായിരുന്നേ, കോളറൊക്കെ വെച്ച്. അപ്പോൾ ഇതുകൊണ്ട് ചവിട്ടി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വെറുതെ കത്തിച്ച് കളയണ്ടല്ലോ, കൈക്കല പിടിച്ചൊന്നും കളയണ്ടല്ലോ. കോട്ടൺ ആണെങ്കിൽ നമുക്ക് കൈക്കല പിടിക്കാം, അല്ലെങ്കിലുണ്ടല്ലോ ഈ സാറ്റിനൊക്കെ പോലുള്ളതാണെങ്കിൽ കത്തിച്ച് കളയാനേ പറ്റത്തുള്ളൂ, ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കീറിയ കുറച്ച് സ്റ്റിച്ച് വിട്ട കുറച്ച് പാൻറ്റുമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ചവിട്ടി ഉണ്ടാക്കാം. ആദ്യം ഞാൻ ചതുരത്തിലാട്ടോ എടുക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. അളവൊന്നും പറയുന്നില്ല. ഇങ്ങനെ ചതുരത്തിൽ 2 പീസ് തുണിയെടുത്ത് അതിൻ്റെ 4 ഭാഗവും അടിച്ചെടുക്കണം. നല്ല കോട്ടൺ വേണം എടുക്കാൻ, അല്ലെങ്കിൽ ടൈൽസിൽ ഇട്ട് കഴിയുമ്പം തെന്നിപ്പോവും. വേറുള്ളത് എടുക്കരുത് കേട്ടോ. നല്ല കോട്ടൻ്റെ പീസ് വേണം. 2 പീസ്, 2-3 പീസ് അടി കട്ടി കിട്ടാൻ വേണ്ടി ഇടാം. പിന്നെ കുറച്ച് കീറിപ്പോയ കുറച്ച് പാൻറ്റുകളാണ്. ആ പാൻറ്റിൽ നിന്ന് അതിൻ്റെ സ്റ്റിച്ച് ഇടിച്ചെടുത്തേച്ച് നമുക്ക് ആവശ്യാനുസരണമുള്ള അളവിൽ മുറിച്ചെടുക്കണം. ഇതിപ്പം ഞാൻ അതിൻ്റെ കാലിൻ്റെ ഭാഗം വിടിയിച്ചെടുത്തേച്ച് അതിനെ 3ആയിട്ട് മടക്കിയെടുത്തു. പരമാവധി പീസുകൾ കട്ട് ചെയ്തെടുക്കാൻ നോക്കണം, എന്നു വെച്ചാൽ തികയില്ല. ഒരേ കളറുകൾ തന്നെ ഇടകലർത്തി ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഒരുമാതിരി വലിയ ചവിട്ടി ഇടണ്ട, ചെറിയ ചവിട്ടി ഇട്ടാൽ മതി. എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ വല്ല സാരിയോ അങ്ങനെയുള്ള വലിയ ഇതാണെങ്കിൽ നമുക്ക് കുറേ നീളത്തിൽ കിട്ടത്തുള്ളൂ. ചെറിയ ചവിട്ടിക്ക് ഇത്രയും മതി. ഇതിപ്പോൾ ഞാനിതിനെ ഇങ്ങനെ 3ആയിട്ട് മടക്കി വെച്ച് അതിൻ്റെ ആ എങ്കോൺസ് ക്രോസ് പീസല്ലേ, ഒരു ചുരി പോട്ടത്തിൻ്റെ, അപ്പോൾ എങ്കോൺസ് നിൽക്കുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയണം, വെട്ടിയെടുത്തേച്ച്. ഇപ്പോൾ ഒരു 4 ഇഞ്ച് നീളത്തിൽ അതിൻ്റെ ആ 3ആയിട്ട് കിട്ടുന്ന ഭാഗത്തിൻ്റെ അളവിൽ അങ്ങ് എടുക്കുക. ഇഷ്ടമുള്ള അളവിലെടുക്കാം, ഞാനിതിന് അളവൊന്നും പറയുന്നില്ല, എന്നുവെച്ചാൽ നമ്മൾക്ക് വേസ്റ്റായി പോകുന്ന തുണിയല്ലേ. അപ്പോൾ ഇത് വെച്ച് കുറേ പീസുകൾ ഇങ്ങനെ വെട്ടിയെടുത്ത് അതിൻ്റെ സൈഡും ആ സ്റ്റിച്ചിൻ്റെ ആ നൂലെഴുന്നിരിക്കുന്ന ഭാഗമൊക്കെ ക്ലിയർ ചെയ്ത് നമുക്കെടുക്കാം. പിന്നെ അതിനെ വിടിയിച്ചിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി അടുക്കി വെക്കാം. ഇപ്പോൾ ഒരു 10-22 എണ്ണം വേണ്ടി വന്നു കേട്ടോ, ഒരു ഒറ്റ ലൈൻ തീർക്കാൻ വേണ്ടി. പിന്നെ കുറച്ച് ചുളുക്കമൊക്കെ ഉണ്ട്, അതൊന്നും സാരമില്ല. എന്നാന്ന് വെച്ചാൽ അടിച്ചു വരുമ്പോൾ ശരിയായിക്കോളും, അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചവിട്ടി ഉണ്ടാക്കാനല്ലേ, 2 ചവിട്ടി ചവിട്ടുമ്പം പോകാനുള്ളതേ ഉള്ളൂ, ഈ ഭംഗിയൊക്കെ പോവും. പക്ഷേങ്കിൽ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷം. ഇപ്പം ഹെയർ ബാൻഡിലൊക്കെ വെക്കുന്ന ബോയയുടെ രീതിയിൽ ഇതിനെ മടക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിള്ളേരുടെ ആ പൂവില്ലേ, ബട്ടർഫ്ലൈ, അതിങ്ങനെ 3ആയിട്ട് മടക്കിയെടുത്ത് അതിൻ്റെ മുകളിൽ തുടങ്ങി അടി വരെ ഒരു ലൈന് അങ്ങ് അടിക്കാം, ഒരേ കളർ വെച്ച്. അരിക് ചേർത്തടിക്കുക, ഇച്ചിരി തയ്യൽ തുമ്പ് സൈഡിൽ ഇട്ടാൽ മതി. അരിക് ചേർത്തടിക്കുക, കെട്ടിട്ടടിക്കണം കേട്ടോ. കെട്ടിട്ടടിച്ചില്ലെങ്കിൽ ഊരിപ്പോരുവേ. ആദ്യത്തേത് കെട്ടിട്ടടിക്കണം, അല്ലെങ്കിൽ അത് ഊരിപ്പോരും. അപ്പോൾ ഇനി ഇത് അങ്ങോട്ട് അടി വരെ അടിച്ചു കൊടുക്കാം, ഒരു ലൈന്. ഞാനിപ്പം ഇവിടെ കുറേ പാൻറ്റുകൾ ഇങ്ങനെ വിട്ടതിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതെന്നാ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമായിരുന്നു. അതിങ്ങനെ ചവിട്ടി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നാളൊരു ചവിട്ടി ഉണ്ടാക്കി ഞാൻ, പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടൊന്നുമില്ല. അതിങ്ങനെയല്ല ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുണ്ടോ, ഇതുപോലെ മടക്കി എടുത്താൽ മതി. ഇതിനേക്കാൾ നന്നായിട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവർ കാണും, പക്ഷേങ്കിൽ ചെറിയ തയ്യലൊക്കെ അറിയാവുന്നവർക്ക് ഒരു സന്തോഷം കിട്ടുകയും ചെയ്യും, വേസ്റ്റായി പോവുകയില്ല. നമുക്ക് കുറേ കാലം കൂടി ഈ തുണി ഉപയോഗിക്കുകയും ചെയ്യാം. ചവിട്ടിയുടെ പൈസയും പോവുകയില്ല, വെറുതെ ഇരിക്കുമ്പോൾ ഒരു പണിയാവും, ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ കിട്ടും. അങ്ങനെയൊക്കെയാണ് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത കളറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു പഴയ മൊസാക്കലിയുടെ, ഇത് എന്ന് മേടിച്ചാൽ എനിക്കൊരു പിടിയില്ല കേട്ടോ, ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഇതല്ല, ഇതുപോലെ മിനുക്കമുള്ള തുണിയാണ്, അതൊന്നിനും കൊള്ളത്തില്ല. നമുക്ക് കൈ തൂക്കാനോ തുടയ്ക്കാനോ നിലം തുടയ്ക്കാനോ ഒന്നും കൊള്ളത്തില്ല, വെറുതെ കളയണം. ഞാൻ പിന്നെ ഇതിൻ്റെ ഒരു പഴയ ബാഗിനകത്ത് എല്ലാം കൂടെ അടുക്കി വെച്ച് പോയി.
അതും ആ സെയിം അളവിൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കാവേ. അടുത്ത ലൈനായിട്ട് അതും അടിച്ചു കൊടുക്കുക. നിങ്ങൾക്കിങ്ങനെ നിറങ്ങളിപ്പം 2 കളറോ 3 കളറോ ഒക്കെ ഇടവിട്ട് വേണേലും അടിക്കാം, വലിയ നീളത്തിൽ വല്ല സാരിയോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ. ഇനി അടുത്ത ഒരു മഞ്ഞ പാൻറ്റ്, അതിൻ്റെ കീറിപ്പോയതാ സൈഡ്. ഇനി ഞാൻ ഈ കളറുകൾ തന്നെ ഇങ്ങനെ ഇടകലർത്തി അടിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി രണ്ടരികിലും ചുവന്ന കളർ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചേ. ഒരു കളറോട് പിടിപ്പിക്കാനുള്ള ഇട കിടപ്പുണ്ട്. ഇപ്പം കണ്ടോ, നല്ല ഭംഗിയായിട്ട് നല്ല പൂക്കളിട്ട് വെച്ച പോലെയുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ബായ്.